ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ വരേണ്ട ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ പല്ലെടുത്തിട്ട് അതിനകത്ത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ആകുമ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് 2 വരി പല്ലുകൾക്ക് നല്ല വേദനയുണ്ട് ഒരു സൈഡിൽ തന്നെ. മേലത്തെ ഒരു പല്ലിനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടും വേദനയുണ്ട്. അപ്പോൾ അതെന്തിൻ്റെയാണെന്ന് കൂടെ അറിയണേ. സ്റ്റിച്ച് എടുത്തോ? അവിടെ എല്ലാം പുറത്തല്ലേ? ടൈം എടുക്കുമോ? ശരി, കണ്ടോ? കാണാൻ പറ്റിയില്ലേ? കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് വേദന ഉണ്ടല്ലോ ഒരു പല്ലിന്. ആ ഒരു പല്ലിൻ്റെ വേദന എന്താണെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് വേറെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് പോയിട്ടായിട്ട് വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞേ. അങ്ങനെ അവിടുന്ന് നേരെ പിന്നെ നമ്മളെ ക്ലീനിങ്ങിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ക്ലീൻ ചെയ്തായിരുന്നു പല്ല്. അപ്പോൾ അവിടെ ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞു. ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പല്ലിന് ചിലപ്പോൾ അകത്തെങ്ങാനും അഴുക്കിരിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുക്കണമായിരുന്നു. എക്സ്റേ എടുത്തിട്ട് വന്നിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു വരി പല്ലിൻ്റെ മുകളിൽ അണപ്പല്ല് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇനി അത് വരുമ്പോഴത്തേക്ക് ഇനി എന്ത് വനയാവുമെന്ന് അറിയത്തില്ല. സ്ഥലമില്ലെങ്കിൽ അതും എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഇതെനിക്ക് സ്ഥലക്കുറവുള്ളത് കൊണ്ടാണ്. അതും ചരിഞ്ഞിരിക്കുകയാണ് പല്ല്. അപ്പം വരുന്ന ആ ഒരു പല്ലുകൊണ്ട് ബാക്കിയുള്ള പല്ലുകൾക്കും ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ എടുത്ത് മാറ്റിയത്. അങ്ങനെ പിന്നെ എന്തായാലും ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മരുന്ന് ഇട്ടിട്ട് ഒരാഴ്ച നോക്ക്, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മാറിയില്ലെങ്കിൽ ഒന്നും കൂടെ വരാൻ പറഞ്ഞു. മാറിയാൽ വരണ്ടാന്ന് പറഞ്ഞു. എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തപ്പം തന്നെ. അങ്ങനെ പിന്നെ പല്ല് ക്ലീനൊക്കെ ചെയ്തു, വേദനയൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു അൽഫാം മന്തി ആയിട്ടോ മേടിച്ചത്. അങ്ങനെ അതും കഴിച്ചു. ബിരിയാണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഒന്നീ പൊറോട്ടയോ അല്ലെങ്കിൽ ബിരിയാണിയിലൊക്കെയാണ് വന്ന് നിൽക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ അൽഫാം മന്തി കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ആദ്യം കഴിച്ചു. പിന്നെ തണുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കേണ്ട ഈ ഒരു ചൂട് സമയത്ത് ഐസ്ക്രീം വേണമെന്നാണ് കുഞ്ഞ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഇത് മേടിച്ചു. പക്ഷെ ഒരെണ്ണം മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കുടിച്ചിട്ടും തീരുന്നു. ഇടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഋതു ചരിഞ്ഞ് വന്നിട്ട് ആ ടേബിളിൻ്റെ മണ്ടയ്ക്കോട്ട് വീണായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഇങ്ങനെ അവളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോഴും എടുക്കാൻ വരുമ്പോഴൊക്കെ അവൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ചാടി വീഴുന്നുണ്ട്. അങ്ങനെ വീണ സമയത്ത് അവളുടെ തലയല്ല നെറ്റിയുടെ ഭാഗം വന്ന് ചെറുതായിട്ടും തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കത് സമാധാനത്തോട്ടിരുന്ന് കുടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ മാലയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടിരിക്കുകയാണ്. പൊട്ടിയിരിക്കുകയാണ്. ഋതുവാണെങ്കിൽ വലിച്ച് അതൊരു വിധം പൊട്ടിച്ച് വെച്ചേക്കാണ്. ഇനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗോവിന്ദ. ഇനി അത് ശരിയാക്കാനും വേറെ ഒരെണ്ണം മേടിക്കാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് കല്യാണത്തിന് പോയൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഒന്നും കൂടി ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. കുറേയൊക്കെ നോക്കി. പിന്നെ എനിക്ക് നോക്കാനും വയ്യായിരുന്നു. ഹോസ്പിറ്റലൊക്കെ രാവിലെ പോയതിൻ്റെയും ഒക്കെ ക്ഷീണം. പിന്നെ എനിക്ക് ചെറുതായിട്ട് പനിയുടെ ആരംഭമുണ്ട്. ചെറുതായിട്ടല്ല, പനിയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാരി എനിക്ക് അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ 2 ചുരിദാറൊക്കെ നോക്കി. അവിടെ ചെന്ന് എടുത്തിട്ട് ഓരോരുത്തരെ കാണിച്ചതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു. അത് 2 എടുത്ത് വെച്ച് നോക്കി. അതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയി ട്രയൽ നോക്കി കേട്ടോ. എന്നിട്ട് ഞാൻ അത് തന്നെ അങ്ങ് എടുത്തു. ഇത് തന്നെ കേട്ടോ ഞാൻ എടുത്തത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കുറച്ചും കൂടി കളർ കൂടുതലായിട്ട് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഫുൾ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് ഋതുവിനെ എടുക്കുമ്പോൾ അവൾക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സ് ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഋതുവിന് അവിടെ വെച്ചിട്ട് തന്നെ ഫീഡ് ചെയ്തിട്ടാട്ടോ ഇറങ്ങിയത്. ആൾ നല്ല കരച്ചിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫീഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ആൾ ഉണർന്നിട്ട് ഇങ്ങനെ ചിരിയും കളിയും ബഹളമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചു കൊടുത്തില്ലല്ലോ. കുറച്ച് വെള്ളമേ ഉള്ളൂ. കുടിക്കുന്ന ആദ്യമേ പെട്ടെന്ന് ടേസ്റ്റ് മാറിയപ്പോഴത്തേക്ക് മധുരം ഒന്ന് കരിക്ക്. വണ്ടി വരുന്നുണ്ടോ? ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് പേടിയാ. ഞാൻ
പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും താമസിക്കും നമ്മൾ അറിഞ്ഞതുമില്ല. പിന്നെ പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അൽഫാം മന്തിയൊക്കെ കഴിക്കുമ്പോൾ റിതുവിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണമല്ലോ. കരിക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ ഇതാ പിന്നെ ഒരു നാടൻ കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം കൊടുത്തു. ആളിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരിക്കാണെങ്കിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇളം കരിക്കൊക്കെ എടുക്കാനായിട്ടോ പറഞ്ഞത്, അതാകുമ്പോൾ അതും കൂടെ അവൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ നല്ല കട്ടിയുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളാട്ടോ കഴിച്ചത് അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി ഇരുന്നത് അതൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് പല്ലിൻ്റെയൊക്കെ പിന്നെയും വന്നിട്ടുണ്ടെങ്കിലും മരുന്നൊക്കെ ഇട്ടങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, സീ യു.